ബലരാമൻ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കണു. പോയ മകളെ തിരികെ കൊണ്ടുവരാൻ 10,000 രൂപയുടെ പൂജ ഞാൻ നടത്തണമെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. ഞാൻ നടത്തിത്തരാം, പേടിക്കണ്ട, ഞാൻ ചെയ്തു തരാം. ഓം പ്രജട പ്രജട ദുർഘടസ്ഥൈ തകസ്തസ്ഥൈ തകത്രോ തകത്തിന്തകത്താരാം രാരിക്കൻഡാരോ രേരിക്കൻ പേരോ ഇള്ളുള്ളേരി ഇള്ളുള്ളേരി മാറി മങ്കേരേ. അറിവാണെല്ലാം അറിവാം കണ്ട ഫയർ ഡാൻസാരനൊക്കെ പിടിച്ച് പൂജാരിയാക്കി ഇങ്ങനെ ഇരിക്കും. എടോ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ എനിക്ക് വേണ്ട. എനിക്ക് വേറെ പെണ്ണിട്ട് ഞാൻ നോക്കട്ടെ. അവന്റെ ഒരു റവ. അതെ, മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് കല്യാണം നടത്താം. അയ്യോ, ചെക്കനെവിടെ? ഹായ്, നിങ്ങളിത് എവിടെ പോയതാ? ഇന്നിനി പൈപ്പില് വെള്ളം വരൂല, പകരം ടാങ്കറിലാണ് വെള്ളം വന്നത്. ആ വെള്ളം എടുക്കാൻ വേണ്ടി ഇവന് വിളിച്ചോണ്ട് ഓടിയതാണ്. ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിലേ ഞങ്ങൾക്ക് ഇനി 1 മാസം കഴിഞ്ഞ വെള്ളം കിട്ടുള്ളൂ. കഷ്ടായിരിക്കണു. നിങ്ങളുടെ മകളെ ഇവന്റെ കൂടെ ഒളിച്ചോടിയെന്നും കരുതി ഒളിച്ചോടി പെണ്ണ് വേണ്ടാന്നും പറഞ്ഞിട്ട് ആ ചെറുക്കനെ വിടം വിട്ട് പോയിരിക്കണു. അയ്യോ, പിന്നെ മുഹൂർത്തം തെറ്റി എന്റെ മോളുടെ കല്യാണം നടക്കില്ല. അയ്യോ, ഈ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ ഒരുത്തനെ കണ്ടെത്തി അവരുടെ കല്യാണം കൂടെ നടത്തുക. അമ്മാവന്റെ ഗാനോ? അല്ല, മാനം. അമ്മാവൻ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ, തോളത്തുനിന്ന് ചെവി തിന്നല്ലേ അങ്ങനെ പറഞ്ഞില്ലേ? ഈടാ, അമ്മാവനൊരു പൊട്ടനല്ലേടാ, നീ അത് കാര്യാക്കണ്ട. പണ്ടി അമ്മായി പറഞ്ഞിട്ടില്ലേ മിന്നു നിനക്കാണെന്നും നീ മിന്നുന്റെ ആണെന്നും? അമ്മായി അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അത് അറിവില്ലാത്ത കാലത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അതൊന്നും കാര്യാക്കണ്ട. ഹൈ, വിവരമില്ലാത്ത അമ്മായി എന്തോ പറഞ്ഞു കരുതിയിട്ട് ബോധമില്ലാത്ത താനത് മനസ്സിലാക്കണ്ടേ? ഞാൻ അമ്മായിനെ ഓർത്തിട്ടല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് ഞാൻ മീനൂട്ടിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. ദൈവമേ, എല്ലാവരും പോയാ? കേറി വാടാ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഐഡിയാസ്? നിന്റെ അമ്മാവനും അമ്മായിയും നിനക്ക് നിന്റെ മിന്നുനെ കെട്ടിച്ചേരലെന്ന് പറഞ്ഞില്ലേ? എടാ, ആ അമ്മാവനും അമ്മായും തന്നെ അവളെ നിനക്ക് കൈപിടിച്ച് തന്നില്ലേ? എടാ, ഇതാടാ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്.